മാഡം. പറഞ്ഞ പോലെ എല്ലാം ഓക്കെ. അതെ മാഡം. ഹോളിൽ സ്വിച്ച് ഓൺ ചെയ്യാനുള്ള ഒരു ലിവർ ഇരിക്കുന്നത് മാഡം കണ്ടായിരുന്നു? കണ്ടു. ഞാനത് പോയി നോക്കുകയും ചെയ്തു. ഈ കാണുന്നതാണ് ആ ലിവറിന്റെ സ്വിച്ച്. ഇത് ഓൺ ചെയ്തിട്ടല്ലേ ഒരു കുഴപ്പമില്ലാതെ അത് വർക്ക് ചെയ്യും. ഇവിടെ നിന്നാണ് അതിലേക്കുള്ള ഷോക്ക് വരുന്നത്. ഉദ്ഘാടനത്തിന് സമയമായെന്ന് മാഡം വിളിച്ചു പറയുമ്പോൾ ഞാൻ ഈ സ്വിച്ച് ഓൺ ചെയ്യും. പിന്നെ ആ ലിവർ പിടിക്കുന്ന ആൾക്ക് രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണ്. രക്ഷപ്പെടണ്ടല്ലോ. ഫാക്ടറി ഉദ്ഘാടനമൊക്കെ പിന്നെയും നടക്കും. പക്ഷേ അവളെ കൊല്ലാനുള്ള ചാൻസ് ഇനി കിട്ടണമെന്നില്ല. ഞാൻ പ്രതീക്ഷിച്ച പോലെയൊക്കെ നടക്കുകയാണെങ്കിൽ തനിക്ക് കമ്പനിയിൽ നല്ലൊരു ഉയർന്ന പോസ്റ്റ് എന്ന് തരും. കേട്ടല്ലോ? ശരി മാഡം. ഇന്നത്തെ ഈ വരവ് ഗാഥയുടെ അവസാനത്തെ വരവായിരിക്കും. ഇറങ്ങ. അങ്ങനെ ദുബായി എത്തി. ഗോപാലമ്മ, അല്ല ഇന്ന് തന്നെ സുന്ദരിയെ കാണാൻ പറ്റുമോ? ആദ്യം മോൾ അകത്തേക്ക് ചെല്ല്, ഞാനത് തിരക്കട്ടെ. സുനന്ദേ, ഇങ്ങ് വന്നേ. എന്താ? നീയേ ആ സിത്താര മേഡത്തിന്റെ വീട്ടിലേക്ക് ഒന്ന് വിളിക്കണം. അതെന്തിനാ? പിന്നെ എന്തിനാ നമ്മള് കൃഷ്ണ മോളെ കൂട്ടിക്കൊണ്ടുവന്നേ? സിത്താര മേഡം വീട്ടിലുണ്ടെങ്കിൽ നേരെ കൃഷ്ണയെ കൂട്ടിക്കൊണ്ടുപോയി സിത്താര മേഡത്തിന്റെ മുന്നിൽ നിർത്തണം. എന്നിട്ട് തങ്കേച്ചി സിത്താര മേഡമായിട്ടുള്ള ഫോട്ടോ ഉണ്ടല്ലോ അത് അങ്ങോട്ട് കാണിക്കണം. അപ്പൊ ഉള്ള സത്യം എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് പറയുമല്ലോ. സിത്താര മേഡത്തിനെ വിളിക്കാൻ എനിക്ക് പേടിയാ, കടിച്ചു കീറും. എന്നാ കടിച്ചു കീറുന്ന പുലിയെ വിളിക്കണ്ട, അതിന് താഴെ ഒരു കരടി ഉണ്ടല്ലോ സിനി, അതിനെ വിളിക്ക്. വിളിക്കല്ലേ? നീ അങ്ങോട്ട് വിളിക്കടി. അങ്ങനെ പോവുകയാണെങ്കിൽ തന്നെ അറിയിച്ചിട്ട് വേണ്ടേ പോവാൻ? ഞാൻ സിത്താര മേഡത്തിനോട് ക്ഷമ പറഞ്ഞോളാം. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരുന്നിട്ട് ക്ഷമയും പറഞ്ഞോണ്ട് സിത്താര മാമിന്റെ മുമ്പിലേക്ക് പോകണ്ട. മാഡത്തിന് അത് ഇഷ്ടമല്ല. ഞാനിപ്പോ വീട്ടിലേക്ക് വന്നോട്ടെ മാഡം? ഞങ്ങളിപ്പോ ആരും അവിടെ ഇല്ല. എന്നെ ജോലിയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി പറയാണോ? അല്ല, ഞങ്ങൾ ചിറ്റൂർ റിസോർട്ടിൽ നിൽക്കുക. ഇവിടെ കളരിക്കൽക്കാരുടെ ഒരു ഫാക്ടറിയുടെ ഇനോഗ്രേഷനാ. സിത്താര മാമും ഗാഥാ മാഡും ഞാനും ഒക്കെ ഇവിടെയാ. ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഞാൻ മാഡത്തിനോടൊന്ന് സംസാരിക്കാം, എന്നിട്ട് വിളിച്ചു പറയാം ഇനി വരണോ വരണ്ടേന്ന്. പണി പോയ മട്ട. അതങ്ങ് പോണെങ്കിൽ പോട്ടെ. അവരെവിടെ ഉണ്ടെന്നാ പറഞ്ഞു? ചിറ്റൂര് കളരിക്കൽക്കാരുടെ ഏതോ ഒരു ഫാക്ടറിയുടെ ഉദ്ഘാടനം നടക്കുന്നുണ്ട്, അവിടെ ഉണ്ടെന്നാ പറഞ്ഞു. പറഞ്ഞത് വെച്ച് ഗാഥാ മേഡത്തെ കല്യാണം കഴിക്കാൻ പോകുന്ന വീട്ടുകാരാ ഈ കളരിക്കൽക്കാര്. ഓ അത് ശരി. അപ്പൊ സിതാര മേഡത്തെ കാണണമെങ്കിൽ ഫാക്ടറി ഉദ്ഘാടനം ചെയ്യുന്ന സ്ഥലത്ത് പോണം. അതെ, അറബിക്കും ഭാര്യയ്ക്കും വീട്ടിലേക്ക് കയറാറായില്ലേ? അതോ മേയാൻ പോയി ഒട്ടകങ്ങൾ വരാനുണ്ടോ? മോളെ, സുന്ദരി ഒരു സ്ഥലത്തുണ്ടെന്ന് സൂചന കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് പോയാലോ? എവിടെയാ? ഇവിടെ അടുത്താ, ചിറ്റൂർ റോഡിലാ. ഒരു ഫാക്ടറിയുടെ ഉദ്ഘാടനം നടക്കുന്നുണ്ട്. അവൾ അവിടെ ഉണ്ടെന്നാ പറഞ്ഞു. വിട്ടുകളഞ്ഞ പ്രശ്നം. നമുക്ക് പോവാം ഗോപാലമാമ. എന്തായാലും അവരെ കണ്ടല്ലേ പറ്റൂ. അമ്മയ്ക്ക് സന്തോഷമായില്ലേ? മുത്തശ്ശി, ഇപ്പൊ സമയം 10:35. 10:45 മുതൽ 11:15 വരെയാ മുഹൂർത്തം. അതെ, എങ്കിൽ ചടങ്ങ് തുടങ്ങാമല്ലോ അല്ലേ? ആയിക്കോട്ടെ. മോൻ പോയി അതിന്റെ കാര്യങ്ങളൊക്കെ നോക്ക്. ഓ, അങ്ങനെ ആയിക്കോട്ടെ. ഈശ്വര, നവീന്റെ കൂടെ ജീവിക്കുന്ന പെൺകുട്ടിയെ കാക്കണേ. ഇവിടെ ഉദ്ഘാടനം നടക്കുന്നത്. സുന്ദരി അവിടെ ഉണ്ടെന്നാ പറഞ്ഞ. നമുക്കിവിടെ നിൽക്കാം. ഞാനൊന്ന് നോക്കിട്ട് വരാം.
സിത്താര ചടങ്ങ് തുടങ്ങാൻ നേരമായി. ഗാതമോൾ എവിടെ? ഗാഥാ മാഡം കാറിലുണ്ട്. ഒന്ന് ടച്ചപ്പ് ചെയ്യാൻ വേണ്ടി കയറിയതാ. ഞാൻ അവളെ വിളിച്ചിട്ട് വരാം. എല്ലാ ആചാരങ്ങളും നന്നായി നടക്കട്ടെ.